ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തത് ഓണത്തിന് ശേഷമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല. ഒരു ടോപ്പ് എടുക്കാനായിട്ടാണ് നമ്മൾ കല്യാണി ചെന്നത്. ലിഫ്റ്റൊക്കെ ഇങ്ങനെ തുറന്ന് തരുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെന്ന് പറ്റിപ്പോയത് ക്ലോസിങ് ടൈമിലാണ് ഞാൻ ചെന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി ദേ ഈ ഇരിക്കുന്ന സാധനത്തിനെ കണ്ടപ്പോൾ 2 തവണ ഞാൻ വിചാരിച്ചു ശരിക്കും ഇത് മനുഷ്യനാണെന്ന്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ടോപ്പ് എടുക്കേണ്ടിടത്ത് നിന്നിട്ട് സത്യം പറയാലോ എനിക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. അതിൻ്റെ കൂടി പനിയുടെ ഒരു പിടിച്ച് പനിയുടെ ഒരു ക്ഷീണം അത് ഭയങ്കരമായിട്ട് എ സി അടിച്ചപ്പോൾ എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒന്ന് ക്രോപ്പ് ടോപ്പ് കുറേ നോക്കി. ഈ വലിയ കടയിൽ കയറിയിട്ടാണോ ഇത്രയും ഡ്രസ്സ് ഒന്നിച്ച് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് എടുത്ത ഡ്രസ്സോ അതെനിക്കിടാൻ പറ്റാത്തൊരു ഡ്രസ്സാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഇതുവരെ മാറിയിട്ടുമില്ല. പിന്നെ നേരെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന സെക്ഷനിൽ ചെന്നിട്ട് അല്ല സൂപ്പർ മാർക്കറ്റ് എന്തോ അവിടെ ചെന്നിട്ട് കുറച്ച് ആപ്പിള് മുന്തിരി ഓറഞ്ച് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. ഇതൊക്കെ ഇനി ഹെൽത്ത് പരമായി നോക്കാമല്ലോ അത്രയും പനിയുണ്ട്. അതൊക്കെ മേടിച്ചു. എനിക്ക് ഈ മാംഗോ ഇത് ഈ മാംഗോ എനിക്കൊരു ടേസ്റ്റും തോന്നിയില്ല. അതെനിക്ക് പനിയുടെ ആണോന്നറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൈദോശയിൽ പോയിട്ട് എല്ലാ പ്രാവശ്യവും മേടിച്ച് കഴിക്കുന്ന പോലെ ഈ ചൂടുവെള്ളം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. മുട്ട കൊണ്ടുള്ള ദോശ മേടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇതിനൊന്നും ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല എനിക്ക് പനിയുടെ കുഴപ്പം തന്നെ ആയിരുന്നു. ഇത് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഈ പുറത്തോട്ട് തികട്ടി വരുമായിരുന്നു. എന്നിട്ട് ഞാൻ ഫുള്ള് കഴിച്ചില്ല. കുറച്ചിങ്ങനെ എടുത്ത് കഴിച്ചിട്ട് ബാക്കി എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. അയ്യോ എനിക്ക് ഇപ്പം എനിക്ക് കാണുമ്പോൾ സങ്കടം വരുന്നു ഇത് കഴിച്ചില്ലല്ലോ എന്ന്. ഇങ്ങനെ ഓരോന്നിങ്ങനെ തൊട്ട് നക്കിയിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും പനിയുടെ തന്നെ ആണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് ഞാനെന്താ മാങ്കോ തിന്നപ്പോഴും ഫ്രണ്ട് പറഞ്ഞു അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നിനക്ക് എന്താ അത് ടേസ്റ്റ് ഇല്ലാത്തതെന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് ശരിക്കും പനിയുടെ ആയിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും എനിക്കില്ല. ഇനിയും പനിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്നുകൂടെ പോയി മേടിച്ച് കഴിക്കാൻ. ഇനി ഓണമൊക്കെ അങ്ങനെ നല്ല നൈസായിട്ട് പോയി. എന്നോടൊരു ചായ കൂടെ വന്നപ്പോൾ ഈ ചായ കുഴപ്പമില്ല ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലോ. ചായ കുഴപ്പമില്ലായിരുന്നു. ഇനി പനിയൊക്കെ ഒന്ന് മാറട്ടെ.